എമ്പുരാൻ സിനിമയുടെ ചർച്ചകൾ അങ്ങനെ ഇങ്ങനെയൊന്നും അവസാനിക്കില്ല. കാരണം മറ്റൊന്നുമല്ല, ഗുജറാത്ത് കലാപത്തിനെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ഒരു മാസ് ആക്ഷൻ സിനിമയിൽ കാണിച്ചു എന്നത് കൊണ്ട് തന്നെയാണ്. മുറിച്ചു മാറ്റപ്പെട്ട ചരിത്രമാണ് ഗുജറാത്ത് വംശഹത്യയുടേത് എന്ന് എഴുത്തുകാരൻ NS മാധവൻ പ്രതികരിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കും ആ ചരിത്രം ആരെയും ഓർമ്മിപ്പിക്കാൻ താല്പര്യമില്ല എന്ന് എഴുത്തുകാരൻ NS മാധവൻ പറയുകയാണ്. കോഴിക്കോട് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു NS മാധവൻ. കാലത്തെ ആരാണ് തിരുത്തുന്നത് എന്ന പേരിൽ കോഴിക്കോട് കോർപ്പറേഷൻ ടൗൺ ഹാളിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ വെച്ചാണ് എഴുത്തുകാരനായ NS മാധവൻ രൂക്ഷമായി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചത്. സംഘപരിവാറിനെതിരായ സിനിമകൾക്ക് നേരെ റോഡിലിറങ്ങിയാണ് അവർ പ്രതിഷേധിച്ചിരുന്നത്. എന്നാൽ എമ്പുരാന് നേരെയുള്ള ആക്രമണം സൈബർ ലോകത്ത് മാത്രമാണ്. രാജ്യത്തെ ഭൂരിഭാഗം യുവജനങ്ങൾക്ക് എന്താണ് 2002 ഗുജറാത്തിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു അറിവില്ല. ഗുജറാത്ത് വംശഹത്യ കൂടുതൽ ചർച്ച ചെയ്യാതിരിക്കുവാൻ വേണ്ടിയാണ് എമ്പുരാനെതിരെ സംഘപരിവാർ തെരുവിലേക്ക് പ്രതിഷേധവുമായി എത്താതിരുന്നത് എന്നും NS മാധവൻ വ്യക്തമാക്കുകയാണ്. അതേസമയം മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ DGP R ശ്രീലേഖ രംഗത്ത് വന്നിരിക്കുകയാണ്. ചിത്രം പറയാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം യാദൃശ്ചികമായി വന്നതല്ല എന്നും പിന്നിൽ മറ്റെന്തോ ഉദ്ദേശ ലക്ഷ്യമുണ്ട് എന്നും ശ്രീലേഖ പറയുകയാണ്. ചിത്രം സമൂഹത്തിന് നൽകുന്ന സന്ദേശം അങ്ങേയറ്റം മോശമാണ്. തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ BJPയോട് കൂറ് കാണിക്കുന്നവരെ പിന്തിരിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ എടുത്തതാണോ ചിത്രം എന്ന് പോലും തനിക്ക് സംശയമുണ്ട് എന്നും അവർ പറയുകയാണ്. സ്വന്തം യൂട്യൂബ് ചാനലിലെ വീഡിയോയിലാണ് ശ്രീലേഖ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എമ്പുരാൻ എന്ന സിനിമ വെറും എംബോക്കിത്തരം എന്നും ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ തിയേറ്ററിൽ നിന്ന് ചിത്രീകരിച്ച ഭാഗങ്ങൾ അടക്കം ഉൾപ്പെടുത്തിയാണ് മുൻ DGPയുടെ ഈ ബ്ലോഗ്. മുഖ്യമന്ത്രി പിണറായി വിജയനും എമ്പുരാനെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എമ്പുരാന് വേണ്ടി പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെയാണ്: എമ്പുരാൻ ഒരു കമ്മ്യൂണിസ്റ്റ് സിനിമയല്ല, അതൊരു രാഷ്ട്രീയ സിനിമ പോലുമല്ല. എന്നിട്ടും ചില ഭാഗങ്ങൾ കാരണം സിനിമ ആക്രമിക്കപ്പെട്ടു. ഏതാനും രംഗങ്ങൾ മുറിച്ചു മാറ്റുന്നത് സിനിമയും അതിനുവേണ്ട അധ്വാനിച്ചവരെ ബാധിക്കുക തന്നെ ചെയ്യും. CBFCയേക്കാൾ വലിയ സെൻസർ ബോർഡായി RSS പ്രവർത്തിക്കുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുകയായിരുന്നു.